2020 വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാനെ നന്നായിട്ട് വിറപ്പിച്ച ശേഷം നെതർലൻഡ്സ് കീഴടങ്ങി. ആദ്യം ബാറ്റ് ചെയ്ത നെതർലൻഡ്സ് 19.5 ഓവറിൽ 147 റൺസ് മാത്രമാണ് എടുത്തത്. എന്നാൽ ആ ഒരു സ്കോർ മറികടക്കാൻ പാകിസ്ഥാന് 19.3 ഓവറുകൾ വേണ്ടി വന്നു. അവരുടെ 7 വിക്കറ്റും നഷ്ടമായി. അവസാനത്തെ 2 ഓവറിൽ 29 റൺസാണ് പാകിസ്ഥാന് വേണ്ടിയിരുന്നത്. എന്നാൽ പാകിസ്ഥാന് വേണ്ടി ഫഹീം അഷ്റഫിന്റെ ഒരു കടന്നാക്രമണമാണ് അവർക്ക് തുണയായത്. അതേസമയം ഡെത്ത് ഓവറുകൾ എറിയാനുള്ള നെതർലാൻഡ്സിന്റെ ഒരു പരിചയക്കുറവ് നമ്മൾ കണ്ടു. എന്നാൽ മത്സരത്തിൽ വഴിത്തിരിവായത് നെതർലാൻഡ്സ് ആ ഓവറിൽ വിട്ടുകളഞ്ഞ ഒരു ക്യാച്ചാണ്. ഫഹീന്റെ ഒരു ക്യാച്ച് നെതർലാൻഡ്സ് താരം വിട്ടുകളഞ്ഞപ്പോൾ നെതർലാൻഡ്സിന്റെ കയ്യിൽ നിന്നും വിജയം കൂടിയാണ് വഴുതി പോയത്. 19ാമത്തെ ഓവറിൽ 3 സിക്സും ഒരു 4ഉം ഫഹീം അഷ്റഫ് നേടി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത നെതർലാൻഡ്സിന് വേണ്ടി അവരുടെ ഓപ്പണർ ലെവിറ്റ് മികച്ച തുടക്കമാണ് നൽകിയത്. ഷഹീൻ അഫ്രീദിയൊക്കെ നന്നായിട്ട് പ്രഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം ബാറ്റ് വീശിയത്. 15 പന്തിൽ പക്ഷേ 24 റൺസോടെ അദ്ദേഹം മടങ്ങി. എന്നാൽ അതിനു മുമ്പ് തന്നെ അവരുടെ മറ്റൊരു ഓപ്പണർ മാക്സ് ഒഡ്വേർഡ് 5 റൺസോടെ മടങ്ങിയിരുന്നു. ലീഡ് 30, കോളിൻ അക്കർമാൻ 20, സ്കോട്ട് എഡ്വേർഡ്സ് 37 എന്നിവരൊക്കെ മോശമല്ലാത്ത രീതിയിൽ ബാറ്റ് വീശിയെങ്കിലും തുടർന്ന് വന്നവർക്ക് കാര്യമായിട്ട് റൺസ് സ്കോർ ചെയ്യാനാകാതെ പോയതോടെയാണ് 147 നെതർലാൻഡ്സ് ഒതുങ്ങിയത്. സൽമാൻ മിശ്ര പാകിസ്ഥാന് വേണ്ടി 3 വിക്കറ്റുകൾ നേടിയപ്പോൾ നവാസും അബ്രാറും സയിം അയ്യൂബും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാന് മോശമല്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്തു. ഫർഹാൻ 31 പന്തിൽ 47, സയിം അയ്യൂബ് 13 പന്തിൽ 24 എന്നിങ്ങനെയായിരുന്നു ഓപ്പണർമാരുടെ സംഭാവനകൾ. തുടർന്ന് വന്നവർക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ല. അവരുടെ ക്യാപ്റ്റൻ അലി ആക 8 പന്തിൽ 12 റണ്ണോടെ മടങ്ങിയപ്പോൾ പാകിസ്ഥാന്റെ സൂപ്പർ താരം ബാബർ അസം 15 റണ്ണോടെ മടങ്ങി. 18 പന്തിലാണ് ബാബർ 15 റൺസ് എടുത്തത്. ഉസ്മാൻ ഖാൻ 0, ഷാബദ് ഖാൻ 8, നവാസ് 6 എന്നിവർ പെട്ടെന്ന് മടങ്ങിയപ്പോൾ നെതർലൻഡ്സ് വിജയം മണത്തതാണ്. എന്നാൽ ഫഹീം അഷ്റഫിന്റെ ആ ഒരു മികച്ച പ്രകടനമാണ് പാകിസ്ഥാനെ വിജയത്തിലേക്ക് എത്തിച്ചത്. 11 പന്തിൽ 3 സിക്സിന്റെ 2 4ന്റെയും സഹായത്തോടെ 29 റൺസോടെ ഫഹീം പുറത്താകാതെ നിന്നു. ഷഹീൻ അഫ്രീദിയും കൂട്ടിനുണ്ടായിരുന്നു 5 റണ്ണ്. അങ്ങനെ 19.3 ഓവറിൽ നന്നായി ടെൻഷൻ അടിച്ചതിനാണ് പാകിസ്ഥാൻ ഈ ഒരു മത്സരം വിജയിച്ച് കയറിയത്.